കഴിഞ്ഞ ദിവസം UAE-യിൽ അനാവശ്യ പോസ്റ്റുകൾ ഇട്ടതിന്, അതായത് ഇറാൻ അനുകൂല പോസ്റ്റുകൾ ഇട്ടതിന് കുറച്ച് ഇന്ത്യക്കാരടക്കം പല രാജ്യങ്ങളിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ചുള്ള വിശദമായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വളരെ വ്യക്തമായും എന്താണ് സംഭവിച്ചത് എന്നും ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഇറാൻ അനുകൂല വാർത്തകൾ രചിക്കുന്നതിനും അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ ഭീഷണിയായി വരുന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ആ പോസ്റ്റ് വായിക്കാം. UAE-യിൽ 160-ലധികം ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തു. അതിൽ മലയാളികളും ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മ കാണും, ഇന്ത്യയിൽ 2019 CAA നിയമം പ്രാബല്യത്തിൽ വരുത്തിയപ്പോൾ മോദിയെ അനുകൂലിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടവരുടെ ജോലി തെറിപ്പിക്കാനും മതനിന്ദ ആരോപിച്ച് UAE, സൗദി ഒക്കെ അവിടെയുള്ള ജയിലിൽ അടയ്ക്കാനും തങ്ങളുടെ അന്നം തരുന്ന നാടാണ് എന്ന് പറഞ്ഞിരുന്നവർ ഉണ്ടായിരുന്നില്ലേ? അവരും അറസ്റ്റിലായി എന്നാണ് കിട്ടുന്ന വിവരം. ഇനി മോദി ഇവരെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളി തുടങ്ങും. എട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കുമെന്ന് പഴമക്കാർ പറഞ്ഞു വെച്ചത് എത്ര അൻവർത്ഥമായി. കുടുംബം പുലർത്താനാണ് ഇന്ത്യ വിട്ട് മറ്റു രാജ്യങ്ങളിൽ ചേക്കേറുന്നത്. അറബ് രാജ്യങ്ങളിൽ നീയൊക്കെ 1000 വർഷം പണിയെടുത്താലും നിനക്ക് പൗരത്വം കിട്ടില്ല. നിന്റെ രാജ്യം എന്നത് ഇന്ത്യയാണ്. നീ അറബ് രാജ്യങ്ങളിൽ പോയത് പണമുണ്ടാക്കാനാണ്. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഇറാനും UAE, ഇസ്രായേൽ, US-ഉമായിട്ടുള്ള പ്രശ്നം അവരങ്ങ് തീർത്തോളും. നീ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടതുകൊണ്ടോ കമന്റ് ചെയ്തതുകൊണ്ടോ 5 നയാ പൈസയുടെ പ്രയോജനമില്ല. നീ ജോലി ചെയ്യുന്ന രാജ്യത്തെ നിയമം അനുസരിക്കുക, പണം ഉണ്ടാക്കുക, തിരിച്ചു വരിക. ഇന്ത്യയിൽ വന്നിട്ട് നിനക്ക് ഏത് രീതിയിലും ജീവിക്കാം. പ്രധാനമന്ത്രിയെ വരെ തെറിവിളിക്കാം, ഹിന്ദുവിനെ അധിക്ഷേപിക്കാം. അങ്ങനെ ചെയ്താൽ അവാർഡ് വരെ കിട്ടും. അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഹിന്ദു പെറ്റമ്മയേക്കാൾ പവിത്രമായി കാണുന്ന സീതാദേവിയും ദുർഗാദേവിയും നഗ്നമായി വരച്ച എം ഹുസൈൻ എന്ന ചിത്രകാരന് രാജാ രവിവർമ്മ പുരസ്കാരം നൽകി ഇപ്പോഴത്തെ CPM ജനറൽ സെക്രട്ടറി, അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, ആദരിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ അതേ കാലയളവിൽ മുഹമ്മദ് എന്ന പേര് ഉപയോഗിച്ചതിന് അധ്യാപകന്റെ കൈ വെട്ടിയിട്ടുമുണ്ട്. ആ അധ്യാപകന്റെ കൈ വെട്ടിയവർ മതേതരവാദികളായിട്ടാണ് ഇന്ന് അറിയപ്പെടുന്നത്. അവരോടൊപ്പം ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ഭക്ഷണം കഴിക്കുന്നതും കണ്ടു. എന്നാൽ ഹിന്ദു ദേവിമാരുടെ നഗ്ന ചിത്രം വരച്ചത് തെറ്റല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഹിന്ദുക്കൾ തീവ്രവാദികളും ഫാസിസ്റ്റുകളുമായിട്ടാണ് അറിയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, UAE-യിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ അറ്റോർണി ജനറലിന്റെ നേതൃത്വത്തിൽ കർശന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ വിവരങ്ങൾ പങ്കുവച്ചവരെ അറസ്റ്റ് ചെയ്തു. മറ്റു രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ UAE-യിലേത് എന്ന പേരിൽ ഇവർ പ്രചരിപ്പിച്ചു. കൂടാതെ UAE-യിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കെട്ടിടങ്ങളും തകർക്കപ്പെടുന്ന രീതിയിലുള്ള വ്യാജ വീഡിയോകളും ഇക്കൂട്ടത്തിലുണ്ട്. ജനങ്ങൾക്കിടയിൽ ഭീതി പരത്താനും രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനും ഇത്തരം നീക്കങ്ങൾ കാരണമായെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. ഞാൻ ഈ കാര്യം മാർച്ച് 1 മുതൽ പറയുന്നതാണ്. ഞാൻ ചാണകം സംഖ്യയല്ലേ? ഇറാനെ പുതിയ വാപ്പച്ചിയാക്കിയവർ ഞാൻ പറയുന്നത് കേൾക്കുമോ? രാജ്യത്തെ ഡിജിറ്റൽ നിയമങ്ങൾ ലംഘിച്ച പ്രതികൾക്ക് കടുത്ത ശിക്ഷയാണ് കാത്തിരിക്കുന്നത്. കുറഞ്ഞത് 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. 1 ലക്ഷം ദിർഹം വരെയാണ് പിഴയായി ഈടാക്കുക. അറസ്റ്റിലായവരെ അതിവേഗ വിചാരണയ്ക്ക് വിധേയമാക്കാൻ അറ്റോർണി ജനറൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഘർഷ സമയങ്ങളിൽ ഇത്തരം തെറ്റായ വാർത്തകൾ രാജ്യത്തിന്റെ സുരക്ഷയെയും സാമ്പത്തിക ഭദ്രതയെയും ബാധിക്കും എന്നതിനാലാണ് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി UAE മുന്നോട്ട് പോകുന്നത്. ഇറാനെ പിന്തുണച്ചില്ലേ? UAE അംബാസിഡറുടെ പ്രൊഫൈലിൽ കയറി തെറി വിളിച്ചില്ലേ? ഭയങ്കര കഴിവായിപ്പോയി. ഇനി പിഴയും അടച്ച് ജോലിയും പോയി കേരളത്തിൽ വന്ന് കട്ട ചുമക്കാം. നിന്നെയൊക്കെ വിശ്വസിച്ചൊരു കുടുംബമുണ്ട് എന്നും മക്കൾ പഠിക്കുകയാണ് എന്ന ബോധം പോലും ഇല്ലാതെയല്ലേ പെരുമാറിയത്? നിന്റെ മക്കളുടെ ഫീസിനും കുടുംബം കഴിയാനുമുള്ള പണം വാപ്പച്ചിയായ ഇറാൻ തരുമോ? അനുഭവിച്ചോ? ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു നടപടി UAE-യുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അത് ശരിക്കും ഒരു തിരിച്ചറിവ് തന്നെയാണ് പലർക്കും. ഇന്ത്യയിലിരുന്ന് എന്തും ചെയ്യാം, എന്നാൽ മറ്റൊരു രാജ്യത്ത് പോയി ഇതുപോലെയുള്ള പ്രഹസനങ്ങളൊക്കെ നടത്തിയാൽ അവിടെ വേണ്ട വിധത്തിൽ മറുപടി കിട്ടും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയായി കഴിഞ്ഞ ദിവസത്തെ സംഭവം. ന്യൂസ് ഡെസ്ക് കർമാനസ്.